അനീഷാണ് വിന്നറായി വരേണ്ടത്. അനീഷ് തന്നെയാണ്. അനുമോൾക്ക് കൊടുക്കാനുള്ള ഒരു അർഹതയാണ് അതിനകത്ത് ഞങ്ങൾ കാണുന്നത്. ഒരുപാട് സന്തോഷത്തോടെയും ഒരുപാട് ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത്. ഞാനൊരു കോമണർ കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ഇവിടെ എത്തിയത്. അതിന് ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് മൈജിയാണ്. മൈജിയുടെ കോമണർ കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ ആദ്യമേ തന്നെ മൈജിയോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. മൈജിയുടെ എടപ്പള്ളിയിലുള്ള ശാഖയിൽ വന്നിട്ടാണ് ഞാൻ കോമണർ ഓഡീഷൻ അറ്റൻഡ് ചെയ്തത്. അപ്പം അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുമോ കിട്ടില്ലേ തുടങ്ങിയ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ മൈജിയിൽ കാല് കുത്തുന്ന ആ ഒരു സമയത്ത് തന്നെ എന്തോ ഒരു പോസിറ്റീവ് എനർജി എന്നിൽ നിറയുകയും അങ്ങനെ തന്നെ എനിക്ക് വിവിധ ഓഡീഷൻ ഘട്ടങ്ങൾ പാസ്സായിട്ട് വിവിധ ഓഡീഷൻ ഘട്ടങ്ങൾ കടന്നുകൊണ്ട് എനിക്ക് ഈ ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് ആവാനായിട്ട് സാധിച്ചു. അപ്പോൾ ആദ്യമേ തന്നെ എനിക്ക് മൈജിയോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഈ ഒരു യാത്ര എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മൈജിയുടെ കൂടെ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു മൈജിയുടെ പ്രൊഡക്റ്റ് ആണ് ഞാൻ എന്ന് പറയുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് റണ്ണറപ്പായിട്ട് ഇവിടെ എത്തി നിൽക്കുകയാണ്. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. അതുകൂടാതെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൈജി എൻ്റെ വീട്ടിലേക്കുള്ള എല്ലാ ഗ്രഹോപകരണങ്ങളും സ്പോൺസർ ചെയ്യുന്നു എന്ന് അറിയിച്ചിരിക്കുന്നു. അപ്പോൾ അതിന് അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ മൈജിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്നു എന്നറിയുന്നതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അടുത്ത കൊല്ലം ഒരു കോമണർ കണ്ടസ്റ്റന്റ് മൈജിയിലൂടെ തന്നെ വരട്ടെ. തീർച്ചയായിട്ടും മൈജി കോമണേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈജിയിലൂടെ അടുത്ത കൊല്ലവും ഇതേ ഒരു രീതിയിൽ കോമണർ കണ്ടസ്റ്റൻസ് വന്ന് ബിഗ് ബോസിൽ അടിച്ച് പൊളിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പം ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടെ പറയുന്നു, താങ്ക് യു മൈജി. ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്പോഴുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മൈജിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇനിയും ഒരുപാട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് മൈജിയായിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരിക്കൽ കൂടെ മൈജിയോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അതുപോലെ തന്നെ മൈജിയുടെ പ്രിയപ്പെട്ട ഷാജിക്കയോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ടൈറ്റിൽ ട്രോഫി അനുമോൾക്ക് സ്വന്തമായെങ്കിലും ഈ ഒരു ഷോയുടെ ചരിത്രത്തിൽ തന്നെ തങ്കലിപികളാൽ എഴുതപ്പെട്ട ഒരു അധ്യായമാണ് അനീഷിന്റെ യാത്ര എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഫിനാലയിൽ എത്തുകയും ഫസ്റ്റ് റണ്ണറപ്പ് ആവുകയും ചെയ്ത ഒരു കോമണർ എന്ന ഒരു റെക്കോർഡ് കൂടിയാണ് അനീഷ് സ്വന്തമാക്കിയത്. ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയം കീഴടക്കിയാണ് അനീഷ് ബിഗ് ബോസിൽ നിന്ന് മടങ്ങുന്നത്. ഈ ഒരു ഷോയുടെ ഫലമനുസരിച്ച് അനുമോൾ വിജയിയായപ്പോൾ അനീഷ് ഫസ്റ്റ് റണ്ണറപ്പായി. ഷാനവാസ്, നെവിനും അക്ബർ എന്നിവർ യഥാക്രമം 3, 4, 5 സ്ഥാനങ്ങൾ പങ്കിട്ടു. 100 ദിവസത്തെ കഠിനമായിട്ടുള്ള മത്സരവും വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് പുറത്തു വരുമ്പോൾ അനീഷിനെ കാത്തിരുന്നത് ആരാധകരുടെ നിറഞ്ഞ സ്നേഹം മാത്രമല്ല, വിലപ്പെട്ടതും ആകർഷകമായിട്ടുള്ള നിരവധി സമ്മാനങ്ങൾ കൂടിയാണ്. ബിഗ് ബോസിലെ അനീഷിന്റെ ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനവും ജനപിന്തുണയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ഷോയുടെ പ്രധാന സ്പോൺസർമാരിൽ ഒരാളായിട്ടുള്ള മൈജി ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഗൃഹോപകരണങ്ങളും അനീഷിന് സമ്മാനമായിട്ട് പ്രഖ്യാപിച്ചു. ഇത് അനീഷിന്റെ ജീവിതത്തിൽ വലിയൊരു സാമ്പത്തിക സഹായം നൽകുന്ന ഒരു നേട്ടം തന്നെയാണ്. അത് മാത്രമല്ല കേട്ടോ, ഇതിനു പുറമെ സർപ്രൈസ് സമ്മാനമായിട്ട് ഏകദേശം 2 ലക്ഷം രൂപ വിലമതിക്കുന്ന ഗാലക്സി ഫോൾഡ് 7 മൊബൈൽ ഫോണും അനീഷിന് ലഭിച്ചു. മറ്റുള്ള എല്ലാ മത്സരാർത്ഥികളെയും പോലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ ചെലവഴിച്ച 100 ദിവസത്തെ പ്രതിഫലവും ഈ ഒരു അനീഷിന് ലഭിക്കും. അതായത് ഓരോ ആഴ്ചയും നിശ്ചയിച്ചിട്ടുള്ള ഈ ഒരു പ്രതിഫലം 100 ദിവസത്തേക്ക് കണക്കാക്കുമ്പോൾ ലക്ഷങ്ങൾ വരും. എന്തായാലും ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് എത്തി ഷോ പൂർത്തിയാക്കി ഒരു സെലിബ്രിറ്റി ആയിട്ട് തിരിച്ചിറങ്ങുന്ന അനീഷിന്റെ ജീവിതം ഇനിയാണ് 360 ഡിഗ്രിയിൽ മാറാൻ പോകുന്നത്. പ്രശസ്തിയും ജനസമ്മതിയും വഴി പുതിയ അവസരങ്ങളും വാതിലുകളും അനീഷിനായി പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. സിനിമയും സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ, മറ്റു പൊതുരംഗങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ അനീഷിന് സുവർണ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുമുണ്ട്. അതേസമയം തന്നെ നമ്മുടെ അനുമോളാണല്ലോ കപ്പുയർത്തിയത്. അനുമോൾക്ക് നിരവധി സെലിബ്രിറ്റീസും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രവാഹമാണ്. അതായത് കൺഗ്രാജുലേഷന്റെ ഒരു പ്രവാഹം തന്നെയാണ്. ബിഗ് ബോസ് സീസൺ 7 വിജയിയായ അനുമോൾക്ക് ആശംസ അറിയിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ അഖിൽ മാരാരും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അനുമോളെ വിജയിപ്പിച്ച തൊപ്പിക്കും സഹ മത്സരാർത്ഥിക്കും എന്റെ നന്ദി അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അഖിൽ മാരാർ ഫേസ്ബുക്കിൽ വീഡിയോ പങ്കുവച്ചത്. എന്തുകൊണ്ടാണ് ഇവിടെ തൊപ്പിയുടെ പേര് പരാമർശിച്ചത് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന തൊപ്പിയും അഖിൽ മാരാറും തമ്മിലുണ്ടായിരുന്ന ഒരു കോൺഫ്ലിക്റ്റ് നമ്മൾ എല്ലാവരും കണ്ടതാണല്ലോ. അതിലെ തൊപ്പി അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞെങ്കിൽ ഇവിടെ നമ്മുടെ അഖിൽ മാരാർ അനുമോളെ സപ്പോർട്ട് ചെയ്താണ് വന്നത്. എന്തായാലും ഇപ്പോൾ ബേബി ഹൗസിലെ വിന്നറായിട്ട് മാറിയിരിക്കുന്നത് അനുമോളാണ്.
അനീഷിന് കപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ അനുമോൾ കെട്ടിയത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു BB ഹൗസിലെ ഏറ്റവും ആപ്റ്റ് അനീഷിന് തന്നെയായിരുന്നു കപ്പ് കിട്ടാനുള്ള യോഗ്യത. ഈ ഒരു ഫൈനൽ ഗ്രാൻഡ് ഫിനാലേക്ക് തൊട്ട് ഒരു 3-4 ദിവസത്തിന് മുന്നേ അനീഷിന് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് വന്നുകൊണ്ടിരുന്നത്. അതായത് നമ്മുടെ അനുമോളിനേക്കാളും ഏറ്റവും കൂടുതൽ വോട്ട് വന്നിരുന്നത് അനീഷിനായിരുന്നു. പിന്നെ ഈ ഒരു വോട്ട് മാറി മറിഞ്ഞ് ഫസ്റ്റ് തുടങ്ങിയത് എവിടെ വെച്ചെന്നറിയാലോ? നമ്മുടെ അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തില്ലേ, അതിനുശേഷമാണ് അനീഷിനുള്ള ഒരു വോട്ടിങ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു തുടങ്ങിയത്. പ്രപ്പോസ് ചെയ്തതാണോ എന്ന് ചോദിച്ചാൽ അതല്ല മെയിൻ കാരണം. പ്രപ്പോസ് ചെയ്തിട്ട് അനുമോള് നോ എന്ന് പറഞ്ഞില്ലേ, അതിനുശേഷം നമ്മുടെ പുള്ളിക്കാരൻ അനുവിന്റെ ഒരു കാര്യത്തിനും ഇറങ്ങുന്നില്ല. പ്രത്യേകിച്ച് ഇവിടുന്ന് എവിക്റ്റ് ആയിട്ട് പോയ മത്സരാർത്ഥികളെല്ലാം റീ എൻട്രി ചെയ്തുകൊണ്ട് തിരികെ BB ഹൗസിലേക്ക് വന്നപ്പോൾ അവര് ടാർഗറ്റ് ചെയ്തത് അനുമോളെ മാത്രമായിരുന്നു. നമ്മൾ കണ്ടതാണ്. ഉറ്റ സുഹൃത്തുക്കളായിരുന്ന പാട്ട ഗേൾസ് വരെ പിരിഞ്ഞതും അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു ടൈമില് അനുമോൾ ശരിക്കും ഒറ്റപ്പെട്ടു പോയി. എന്നാൽ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് വന്നുകൊണ്ടിരുന്ന നമ്മുടെ അനീഷ് ആ ഒരു ടൈമില് അനുമോളെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നില്ല. കാരണം പിന്നീട് നമ്മൾ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് ഈ ഒരു ഫൈനലിന്റെ ഗ്രാൻഡ് ഫിനാലെ വരുന്ന ആ ഒരു ടൈമിലൊക്കെ നോക്കുവാണെങ്കിൽ അനീഷ് എന്നൊരു വ്യക്തി ആ ഒരു പരിസര ഭാഗത്തേ ഇല്ല. ശരിക്കും നമ്മളൊന്ന് നോക്കുക, ആ ഒരു ടൈമിൽ സ്ക്രീൻ സ്പേസ് നേടിയത് മുഴുവനും അനുമോളായിരുന്നു. അനീഷ് എന്നൊരു വ്യക്തിയെ കുറിച്ച് അവിടെ ആരും അതായത് മുൻപ് അനീഷ് അനുമോളെ സപ്പോർട്ട് ചെയ്ത് വരുന്നത് പോലെ ഇപ്രാവശ്യം അനീഷ് മാറി നിൽക്കുകയാണ് ചെയ്തത്. ശരിക്കും ഇവിടെയാണ് വോട്ടിങ്ങിന്റെ ആ ഒരു ഏറ്റക്കുറച്ചിലൊക്കെ സംഭവിച്ചത്. അനീഷ് മുൻപന്തിയിലിരുന്നായിരുന്നു, ഇവിടെ അനുമോൾക്കായിരുന്നു ആ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടിയതും. പ്രത്യേകിച്ചും ഈ ഒരു റീ എൻട്രി ചെയ്ത മത്സരാർത്ഥികൾ നന്നായിട്ട് അവരാണ് യഥാർത്ഥ PR എന്ന് വേണമെങ്കിൽ പറയാല്ലേ. കാരണം അവര് ഇത്രയും പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് അനീഷിന്റെ കയ്യിൽ കിട്ടേണ്ടിയിരുന്ന ആ ഒരു കപ്പ് നേരെ മറിഞ്ഞ് അനുമോളുടെ കയ്യിലേക്ക് എത്തിയത്. ഇനി അനുമോളും അർഹയല്ല എന്ന് ഞാൻ പറയുന്നില്ല, അനുമോളും അതുപോലെ അനീഷും രണ്ടും അർഹതപ്പെട്ട ആളുകൾ തന്നെയാണ്. എന്നിരുന്നാലും അനീഷ് കപ്പ് നേടുമെന്ന് തന്നെയായിരുന്നു ഒരുപാട് പ്രേക്ഷകർ വിചാരിച്ചിരുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ പലരും അനീഷിന് വേണ്ടിയിട്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതിലൊരാൾ തൊപ്പിയായിരുന്നു. തൊപ്പിയും അതുപോലെ നമ്മുടെ അഖിൽ മാരാൻ തമ്മില് ചെറിയ രീതിയിലൊക്കെ വഴക്കുണ്ട്. എന്തായാലും നമ്മുടെ അഖിൽ മാരാൻ അനുമോൾക്ക് ആശംസ അറിയിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ബിഗ് ബോസ് സീസൺ 7 വിജയിയായി മാറിയ അനുമോൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. അനുമോളെ വിജയിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി അഹോരാത്രം പണിയെടുത്ത പ്രിയപ്പെട്ട തുപ്പിക്കും റീ എൻട്രിയിലേക്ക് അവരുടെ പ്രവേശിച്ച് അനുമോൾക്ക് വേണ്ട സഹായങ്ങളും പരമാവധി സപ്പോർട്ടും പരമാവധി വോട്ടും നേടിക്കൊടുത്ത മുൻ മത്സരാർത്ഥികൾ ചിലർക്കും 1000 നന്ദി അറിയിക്കുകയാണ്. കാരണം അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്നെ അനുമോളുടെ ഭാഗമാക്കി അനുമോളുടെ PR ആക്കി മാറ്റിയിരുന്നു. സ്വാഭാവികമായും എന്റെ കൂടി ആവശ്യമായി മാറി, എന്റെ കൂടി അഭിമാനമായി മാറി അനുമോളുടെ വിജയം. അതുകൊണ്ട് എന്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച തൊപ്പിക്കും ഈ പ്രിയപ്പെട്ട പഴയ കണ്ടസ്റ്റന്റുകൾക്കും ഒക്കെ 1000 സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അതോടൊപ്പം കഴിഞ്ഞ ജീവിതത്തിനിടയിൽ എന്റെ കഴിഞ്ഞു പോയ കാലങ്ങൾക്കിടയിൽ കുറെ വെല്ലുവിളികൾ ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ വെല്ലുവിളി, നീ ഒരു ഷോർട്ട് ഫിലിം പോലും എടുക്കത്തില്ല എന്ന് പറഞ്ഞ് എന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും ചിലരും പരിഹസിച്ചതായിരുന്നു. അവർക്ക് മുമ്പിൽ ഒരു സിനിമ എഴുതി സംവിധാനം ചെയ്ത് കാണിച്ച് ഞാൻ കൊടുത്തു. പിന്നീട് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് റോബിനുമായി ബന്ധപ്പെട്ട് പരാമർശം നടത്തിയപ്പോൾ നിന്നെ ബിഗ് ബോസിന്റെ 7 കയറ്റത്തില്ല എന്നതായിരുന്നു രണ്ടാമത്തെ വെല്ലുവിളി. 7 കയറ്റത്തില്ല എന്ന് വെല്ലുവിളിച്ചവർക്ക് മുന്നിലൂടെ പോയി, ആദ്യ ആഴ്ചയിൽ പുറത്താക്കുമെന്ന് വെല്ലുവിളിച്ചവരുടെ മുന്നിലൂടെ പോയി ആ സീസണിന്റെ കപ്പ് ബിഗ് ബോസിന്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും വലിയ വിജയ ശതമാനത്തിൽ മേടിച്ച് പുറത്തിറങ്ങിയ എനിക്ക് ബിഗ് ബോസിനുള്ളിലും ഒരു വെല്ലുവിളി നേരിടേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങൾക്കറിയാം. എന്റെ പ്രിയപ്പെട്ട ജുനൈസ് പറഞ്ഞു, ഒരു കാരണവശാലും എനിക്ക് കപ്പ് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ജുനൈസിനോട് ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ കപ്പടിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ കേൾക്കേണ്ടി വന്ന വെല്ലുവിളി എന്റെ പ്രിയപ്പെട്ട തൊപ്പിയുടെ ഭാഗത്തു നിന്നാണ്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് അഖിൽമാരെ വോട്ട് ചോദിച്ച ആളാണോ ജയിക്കുന്നത്, ഞാൻ ചോദിച്ച ആളാണോ ജയിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നെ വെല്ലുവിളിച്ച തൊപ്പിക്ക് മുമ്പിൽ സ്നേഹപൂർവ്വം ഈ വിജയം ഞാൻ സമർപ്പിക്കുകയാണ്. യഥാർത്ഥ വിജയം ജനങ്ങളുടേതാണ്, യഥാർത്ഥ വിജയം ഷോയുടേതാണ്. ജനാധിപത്യപരമായ രീതിയിൽ വോട്ട് ചെയ്ത് വിജയിച്ച അനുമോൾക്കും മികച്ച രീതിയിൽ മുന്നോട്ട് വന്ന 2ാം സ്ഥാനം നേടിയ അനീഷിനും ഷാനവാസിനും അക്ബറിനും നിവിനും ഒക്കെ തന്നെ എന്റെ ആശംസകൾ അറിയിക്കുകയാണ്. 1000 സ്നേഹം അറിയിക്കുകയാണ്. താങ്ക് യു. അപ്പോൾ ഒരിക്കൽ കൂടി അനുമോളെ വിജയിപ്പിച്ച തുപ്പിക്കും പഴയ കണ്ടസ്റ്റന്റുകൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഇതിനിടെ തന്നെ നമ്മുടെ ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലൂടെ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ്. അതെല്ലാവർക്കും അറിയാലോ. വ്യത്യസ്ത മേഖലയിലും പ്രദേശങ്ങളിലും അതുപോലെ വ്യക്തിത്വങ്ങളും സ്വഭാവങ്ങളുമുള്ള ഒരു കൂട്ടം മത്സരാർത്ഥികളെയാണ് ഈ ഒരു വീടിനുള്ളിൽ താമസിപ്പിക്കുന്നത്. അവർക്ക് പുറം ലോകവുമായിട്ട് യാതൊരുവിധ ബന്ധവും ഉണ്ടായിരിക്കില്ല. ഹൗസിനുള്ളിലെ പ്രകടനവും ടാസ്കും ഗെയിമും നല്ലതുപോലെ ചെയ്ത് എല്ലാറ്റിനും ഉപരിയായിട്ട് പ്രേക്ഷക വോട്ട് നേടി പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നേറുന്ന ഒരാള് ബിഗ് ബോസിന്റെ കപ്പുയർ. ഇതാണ് ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത്. നിലവിലെ ഹിന്ദിയും തമിഴും കന്നഡ, തെലുങ്ക്, ബംഗാളി, മലയാളം തുടങ്ങിയ ഭാഷകളിലെല്ലാം ഈ ഒരു ഷോ നടക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ മലയാളത്തിലെ സീസൺ 7 കഴിഞ്ഞിരിക്കുകയാണ്. ലാലേട്ടൻ അവതാരകനായി എത്തിയ ഈ ഒരു ഷോയിലെ വിന്നറായി നമ്മുടെ മിനി സ്ക്രീൻ പ്രേക്ഷകരെല്ലാം പ്രിയങ്കരിയായിട്ടുള്ള അനുമോളായിരുന്നു.
അനീഷും ഷാനവാസും നെവിനും അക്ബർ എന്നിവരായിരുന്നു ടോപ്പ് 5-ൽ എത്തിയിരുന്നത്. ഇതില് അനീഷ് റണ്ണറപ്പുമായി, ഷാനവാസ് 3-ാം സ്ഥാനവും നെവിൻ 4-ാം സ്ഥാനവും അതുപോലെ അക്ബർ 5-ാം സ്ഥാനവും നേടിയിരുന്നു. 7-ന്റെ പണിയുമായി എത്തിയ സീസൺ സമാപിക്കുമ്പോൾ പുതിയ സീസണിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും ബിഗ് ബോസ് പ്രേക്ഷകരിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞു. ഇതിന് ലാലേട്ടൻ തന്നെ മറുപടി നൽകിയിരിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 8 ഉണ്ടാകുമെന്ന് ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വെച്ച് തന്നെ ലാലേട്ടൻ പറഞ്ഞിരുന്നു. 7-ന്റെ പണി കഴിഞ്ഞു, അടുത്തത് 8-ന്റെ പണിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം, എല്ലാവർക്കും നല്ലത് വരട്ടെ, ഇങ്ങനെ പറഞ്ഞായിരുന്നു ലാലേട്ടൻ ഇന്നലെ ഷോ അവസാനിപ്പിച്ചത്. ഇതിനിടയിൽ സ്പൈ കുട്ടൻ എന്ന റോബോട്ടുമായിട്ട് രസകരമായിട്ടുള്ള സംഭാഷണവും ലാലേട്ടൻ നടത്തിയിരുന്നു. ഈ സീസണിലെ മുഴുവനും സ്പൈ കുട്ടൻ സ്റ്റാർ ആയിരുന്നു. അടുത്ത സീസണിൽ മത്സരാർത്ഥിയായിട്ട് വന്നോട്ടെ എന്ന് തന്നോട് ചോദിച്ചു എന്നാണ് മോഹൻലാൽ രസകരമായിട്ട് പറഞ്ഞത്. സ്പൈ കുട്ടനും വേദിയിലുണ്ടായിരുന്നു. BB8-ലെ ആദ്യ മത്സരാർത്ഥി എത്തിയല്ലോ എന്നാണ് പ്രേക്ഷകർ കമന്റുകളുമായിട്ട് രേഖപ്പെടുത്തിയത്.